ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും എത്രമാത്രം വലിയ കൊള്ളയാണ് നടന്നത്, ആരൊക്കെ പങ്കാളിയായിട്ടുണ്ടെന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ, തെളിവുകൾ വാസ്തവമാണ് പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോഴത്തെ ബോർഡിനെ സംശയനിഴലിൽ ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. താൻ കുഴപ്പക്കാരനെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ, സത്യസന്ധവും സുതാര്യവുമായാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകാൻ ഈ സർക്കാരോ ദേവസ്വം ബോർഡോ കൂട്ടുനിൽക്കില്ല എന്നും PS പ്രശാന്ത് പറഞ്ഞു. കൊടുത്തുവിടണമോ, കൊടുത്തുവിടേണ്ടതിൻ്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതല്ലാതെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിൻ്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ, അങ്ങനെ പറയുന്നത് അത് ശരിയായ നിലപാടല്ല. അത് പോട്ടെ. ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടു പോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ നിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ഇടകൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. 6 ആഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ആത്മവിശ്വാസത്തോടു കൂടിയാണ് താൻ പറയുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് PS പ്രശാന്ത്. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നേരെ ബോർഡിന്റെ മേലാൽ ചേർത്തുകയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണെന്നുള്ളതാണ്. നിലവിൽ ഈ പ്രശാന്ത് ഉന്നയിക്കുന്ന, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ വാദങ്ങളിൽ എന്തെങ്കിലും നിലനിൽക്കുന്നതുണ്ടോ? പ്രശാന്ത്, കേൾക്കാമോ? അക്ഷയ കേൾക്കുന്നുണ്ട്. അക്ഷയ, ഇതിലേറ്റവും പ്രധാനം ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഈ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിലാണ് 2025, അതായത് ഇപ്പോൾ ഈ വർഷം ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണ്ണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ, അത് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിൽ കൈമാറുമ്പോൾ, അതിനു മുൻപ് നടന്ന നടപടിക്രമങ്ങളിൽ ഈ തിരുവാഭരണം കമ്മീഷണർ ബോർഡിനെ അറിയിച്ചിരുന്നു. ഈ ഒരിക്കൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അവിടെ പിന്നീട് സ്വർണം പൂശാൻ ഉള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിലില്ല എന്ന അറിവ് അദ്ദേഹം തിരുവാഭരണം കമ്മീഷണർ ബോർഡിനെ അറിയിച്ചിരുന്നു എന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ബോർഡ് പ്രസിഡന്റ് ആ വാദം തള്ളുകയാണ്. കാരണം അത് തിരുവാഭരണം കമ്മീഷണർക്ക് പറ്റിയൊരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ആ നിർദ്ദേശം അതൊരു വീഴ്ചയായിരുന്നു, അങ്ങനെ ആയിരുന്നില്ല, അത് അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നതാണ്. സ്മാർട്ട് ക്രിയേഷൻസിന് അങ്ങനെ സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ ദ്വാരപാലക ശില്പം അഴിച്ചു കൊടുത്തതാണല്ലോ 2019 ഏറ്റവും വലിയ കുഴപ്പങ്ങൾക്ക് കാരണമായത്. അപ്പോൾ ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ ഇന്നത്തെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് തിരുവാഭരണം കമ്മീഷണർ സമ്മതിച്ചില്ല, തനിയെ കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം ബോർഡിനെ അറിയിച്ചത്. പക്ഷേ തിരുവാഭരണം കമ്മീഷണർ അറിയിച്ചിട്ടില്ല. അതിന് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പറയുന്നത് അത് താനാണ് സമ്മതിക്കാത്തത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അഴിച്ചു കൊടുത്തു വിടാത്തതിൻ്റെ തീരുമാനമെടുത്തതും അത് സമ്മതിക്കാത്തതും താനാണ് എന്ന വിശദീകരണമാണ്. അതായത് ഈ വിജിലൻസ് റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങളിൽ വസ്തുതാപരമായ പിഴവുണ്ട്, അങ്ങനെയല്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം പറയുമ്പോഴും തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് വിജിലൻസ് കണ്ടെത്തട്ടെ എന്ന് തന്നെയാണ്. അത് താനാണ് കുറ്റക്കാരനെങ്കിൽ അതും കണ്ടെത്തണം എന്ന വിശദീകരണവും
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്. എന്തായാലും താൻ ഇതിനൊന്നും കൂട്ടുനിന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഈ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ ഈ ഭാഗങ്ങളിൽ 2 പരാമർശങ്ങൾ, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിൽ സാങ്കേതിക പരിജ്ഞാനമില്ല അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഇല്ല എന്ന് തിരുവാഭരണ കമ്മീഷണറുടെ നിർദ്ദേശം അത് തെറ്റായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ ഇത് കൊടുത്തുവിടണ്ട എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണ്ട എന്ന തീരുമാനമെടുത്തതും അത് പറഞ്ഞതും താനാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ വിജിലൻസ് മൊഴിയുടെ അടിസ്ഥാനത്തിലെല്ലാം തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഇതിലെ പങ്കെല്ലാം തന്നെ കണ്ടെത്തേണ്ടത് ഇനി വിശദമായ SITയുടെ വിശദമായ അന്വേഷണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ 6 ആഴ്ച കാത്തിരിക്കൂ എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും ഈ വിശദീകരണം നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ടിലെ ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയും സംശയത്തിൻ്റെ നിഴലിലാണെന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകിയത്. അപ്പോൾ അതിനുള്ള വിശദീകരണമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. പൂർണ്ണമായും ഈ ഭാഗത്തിൽ പറയുന്ന വസ്തുതകൾ അതിന് വിരുദ്ധമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം. അതായത് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ സംശയ നിഴലിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇപ്പോൾ PS പ്രശാന്തിന്റെ മറുപടി വന്നിരിക്കുന്നത്. താനാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന വാദം. അതേസമയം തന്നെ PS പ്രശാന്തിന്റെ വാദം പൊളിയത്തക്ക വിധത്തിലുള്ള വിവരങ്ങളാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വവും സംശയ നിഴലിലാകുന്ന വിവരങ്ങൾ, അതായത് 2024 തന്നെ ചെന്നൈയിലേക്ക് അയക്കാൻ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. 2024 നവംബർ 1 ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത്. പ്രശാന്ത്, ഇവിടെ പ്രസിഡന്റ് അറിയാണ്ട് എങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും കൈയൊഴിയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് 2024 നവംബർ 1 ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് പിന്നീട് ആ മണ്ഡലകാലത്ത് നടന്നില്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് അടിസ്ഥാനമായി അദ്ദേഹം പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ അറ്റകുറ്റപ്പണി 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന കാരണം കൊണ്ടാണ് അവരെ കണ്ടെത്തിയതാണ്. പക്ഷേ ആ വിശദീകരണം ബോർഡ് നേതൃത്വം നൽകിയിട്ടുള്ളത് 2025 ഈ വിഷയം വന്നപ്പോൾ ഇത് അറ്റകുറ്റപ്പണിക്കായി ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി കൊണ്ടുപോകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങളും ആലോചനകളും വരുന്ന സമയത്താണ് അദ്ദേഹം ഈ മുരാരി ബാബുവാണ് ഇതിന് 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനായിരുന്നു എന്ന കാര്യം ബോർഡിന് അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നല്ലോ എന്ന വിശദീകരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത്. ഇതെല്ലാം പറയുമ്പോഴും അപ്പോഴും നമ്മൾ വിശദീകരണമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചത് ഈ 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ഇത്തവണ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണം പൂശുന്നതിന് അറ്റകുറ്റപ്പണിക്കുമായി കൊടുത്തുവിടുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായുള്ള പല നടപടിക്രമങ്ങളും നടക്കുമ്പോൾ തിരുവാഭരണം കമ്മീഷണറായ റജിലാൽ ഒരു ജൂലൈ മാസം 30-ാം തീയതിയാണ് 2025 ജൂലൈ മാസം 30-ാം തീയതിയാണ് ഇവർക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് സംബന്ധിച്ച ഒരിക്കൽ സ്വർണം പൂശിയ പാളി സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതികവിദ്യ ഇല്ല എന്ന വിഷയം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തിരുവാഭരണം കമ്മീഷണറുടെ വാദം അല്ലെങ്കിൽ നിർദ്ദേശം മുഖവിലേക്ക് എടുത്തുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിനെ ഒഴിവാക്കിയില്ല എന്ന ചോദ്യമാണ് പ്രധാനമായി ഉന്നയിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന് ഈ തിരുവാഭരണം കമ്മീഷണർക്ക് ഇതേക്കുറിച്ചുള്ള തെറ്റായ വിവരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, സ്മാർട്ട് ക്രിയേഷൻസിന് അത് സംബന്ധിച്ച പരിജ്ഞാനമുണ്ട് എന്ന വിശദീകരണമാണ് അതിന് മറുപടിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത്. ഏതായാലും